കണ്ടതാണല്ലോ സ്വരാജ്. ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ? നെൽബൂർക്കാരന് പോത്തല്ലിൽ മുപ്പര പഞ്ചായത്തില, അദ്ദേഹത്തിന്റെ പഞ്ചായത്തില ഒരു ഫോട്ടോ. നമ്മുടെ PV അൻവറിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അൽഷിമേഴ്സ് രോഗമോ അങ്ങനെ എന്തോ കാര്യമായിട്ട് പിടിപെട്ടിട്ടുണ്ടെന്നല്ല, PV അൻവറിന് അൽഷിമേഴ്സാണ്. അതുകൊണ്ടാണ് PV അൻവർ സ്വരാജ് എവിടെ, സ്വരാജ് എന്തുകൊണ്ട് പോത്തുകല്ലിലൊക്കെ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞത്. PV അൻവർ തന്നെ പോസ്റ്റ് ചെയ്ത് PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും സ്വരാജിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അന്ന് സ്വരാജ് അവിടെ വന്നിരുന്നു എന്ന കാര്യം PV അൻവർ മറന്നു പോയെങ്കിൽ PV അൻവറിന് അൽഷിമേഴ്സ് രോഗമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, PV അൻവറിനെ PV അൻവറാക്കിയത്, കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ കടന്നൽ രാജ്യമാക്കിയത്, CPMന്റെ പോരാളിയാക്കിയത്, അത് PV അൻവർ എന്ന ഏറനാടൻ MLA കഴിവുകൊണ്ടല്ല എന്നത് പ്രൂവ് ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. PV അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ പറയുന്ന വിടുവായ്ത്വം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനു മുൻപ് PV അൻവർ CPMന്റെ സ്വതന്ത്രനായിട്ട് നിയമസഭ അംഗമായിരുന്ന സമയത്ത് നടത്തിയ നിയമസഭയിലെ പ്രസംഗങ്ങൾ, അതിനോട് ഇടയ്ക്കൊക്കെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ, മറുനാടൻ മലയാളിയുമായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതിനൊക്കെ ആ സമയ കാലഘട്ടങ്ങളിലൊക്കെ നടത്തിയ പത്രസമ്മേളനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും PV അൻവറിനെ PV അൻവർ ആക്കിയത് CPM അന്ന് കൊടുത്തിട്ടുള്ള PV അൻവറിൻ്റെ സോഷ്യൽ മീഡിയ ടീമാണ് എന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അന്ന് PV അൻവർ ഏഷ്യാനെറ്റുമായിട്ടും ഒരുവിധ മാധ്യമങ്ങളൊക്കെ ആയിട്ട് യുദ്ധം നടത്തുന്ന സമയത്ത് കൃത്യമായിട്ട് റിസർച്ച് നടത്തിയിട്ട് അതിന് മുന്നുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റകൾ വെച്ച് ആ ഡാറ്റകളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടും ആ ഡാറ്റകൾ പ്രദർശിപ്പിച്ചിട്ടുമാണ് PV അൻവർ പത്രസമ്മേളനങ്ങളാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഹാഷ്മി ഒരു തവണ PV അൻവറിൻ്റെ ജനകീയ കോടതിയിൽ PV അൻവറിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഹാഷ്മിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു PV അൻവർ, ശ്രീകണ്ഠൻ നായരുടെ ക്യാബിനിൽ പോയിട്ട് നീളത്തിലും കുറുക്കിയും ഒക്കെ വായിച്ചു കൊടുത്താൽ മതി, പറ്റുമായിരുന്നെങ്കിൽ ഞാൻ MLA അല്ലായിരുന്നെങ്കിൽ തന്നെ സ്റ്റുഡിയോ കയറി അടിച്ചേനെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ്. ഇതൊക്കെ താങ്കൾ തന്നെയാണ് എഴുതുന്നതെന്ന് ഹാഷ്മി ചോദിക്കും. അതെ, ഞാൻ തന്നെയാണ് എഴുതുന്നത്, എൻ്റെ പേജിൽ പിന്നെ വേറെ ആരും എഴുതാനാ എന്ന് പറഞ്ഞപ്പോൾ അത്രയും ബോധത്തോടെ അല്ലെങ്കിൽ അത്രയും ബോധ്യത്തോടു കൂടെ സംസാരിച്ച PV അൻവർ തൻ്റെ കൂടെ അന്ന് പ്രളയകാലത്ത് ഉണ്ടായിരുന്ന ആ സന്ദർഭങ്ങളിൽ മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന സ്വരാജ് അവിടെ വന്നിട്ടില്ല എന്ന് പച്ചയ്ക്ക് കള്ളം പറയുന്നുണ്ടെങ്കിൽ PV അൻവറിനെ PV അൻവർ ആക്കിയത് PV അൻവറിന്റെ കഴിവുകൊണ്ടല്ല എന്നുള്ളത് സത്യമാണ്. അന്ന് എഴുതി കൊടുത്തതും അന്ന് സോഷ്യൽ മീഡിയയിൽ റിസർച്ച് നടത്തി കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തതും ഒക്കെ ഈ പറഞ്ഞ PV അൻവറിന് CPM കൊടുത്തിട്ടുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ടാണ്. അതിലെ മെമ്പർമാരായിട്ടുള്ള ചെക്കന്മാർ നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് PV അൻവറിന്റെ പേജിൽ പോസ്റ്റ് ചെയ്ത് PV അൻവറിന് എഴുതി കൊടുത്ത് PV അൻവർ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ഇപ്പം അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ല PV അൻവറിന്. അതുകൊണ്ട് PV അൻവർ പറയുന്നത് മുഴുവൻ വിടുവായിത്താണ്. നിങ്ങൾ തന്നെ കുറച്ച് സാധനങ്ങൾ കണ്ടു നോക്കും, ഞാൻ ആദ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും PV അൻവർ ഒരു കഴിവ് കെട്ടവനാണ് എന്നുള്ളത്. PV അൻവറിന് എന്താണ് പറയേണ്ടത് എന്നറിയില്ല ചില സന്ദർഭങ്ങളിൽ. PV അൻവറിന് കൃത്യമായിട്ടൊരു ബാക്കപ്പ് സപ്പോർട്ട് ഇല്ലെങ്കിൽ PV അൻവർ സീറോയാണ്, ബിഗ് സീറോ. അതിനപ്പുറത്തേക്ക് PV അൻവർ ഇല്ല. പുറം രാജ്യത്ത് പോയിട്ട് ഖാനയിലോ എവിടെയെങ്ങാണ്ട് പോയിട്ട് വലിയ ബിസിനസ് നടത്തുന്നുണ്ട് എന്ന് പറയുന്ന PV അൻവറിന് ഇപ്പം മത്സരിക്കാൻ പൈസയില്ല. മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പൈസയില്ല. അതിൻ്റെ പിന്നിലെ PV അൻവറിൻ്റെ അജണ്ട, PV അൻവറിനെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാർ വരണം. PV അൻവർ താങ്കൾ മത്സരിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്പോൺസർ ചെയ്യാൻ ആൾക്കാർ വരണം. കുറേ നാളായിട്ട് UDFന്റെ പുറകെ നടക്കുന്നുണ്ട്, രാവും പകലും അവരോട് ചർച്ച നടത്തുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി മുതൽ VD സതീശൻ വരെ എല്ലാവരും വിളിക്കും. VD സതീശനെ അടുപ്പിക്കുന്നില്ല PV അൻവറിന്. കാരണം VD സതീശന് PV അൻവറിന്റെ സ്വഭാവം അറിയാം. ഇന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ നാളെ PV അൻവറിന്റെ വേണ്ട കാര്യം കിട്ടിയില്ലെങ്കിൽ PV അൻവർ VD സതീശന്റെ അച്ഛനെ വിളിക്കും, അമ്മക്ക് വിളിക്കും എന്ന് അറിയുന്നതുകൊണ്ട് VD സതീശൻ ഒരു കൈ അകലത്തിൽ നിർത്തി. പക്ഷെ തെരഞ്ഞെടുപ്പല്ലേ, ബാക്കി VD സതീശൻ മാത്രമല്ലല്ലോ, UDFിലെ ബാക്കി എല്ലാവരും ഇല്ലേ. ഈ സീറ്റ് എങ്ങനെയും ജയിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു വർഷമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനുള്ളിൽ ഈ നിയമസഭാ അംഗത്വം അവരുടെ ഒരെണ്ണം കൂടെ കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നതാണ് ബാക്കി എല്ലാവരും. VD സതീശൻ കൃത്യമായ ഈ കാര്യത്തിലൊരു നിലപാടെടുത്തു, PV അൻവർ വേണ്ട എന്നുള്ളത്. അതിന് കൃത്യമായ കാരണമുണ്ട് VD സതീശന്. അത് വേറൊരു ചൊരുക്കൂടുണ്ട് കേട്ടോ. അന്ന് മറ്റേ കേരളിൻ്റെ കുറ്റി പറിക്കാൻ വേണ്ടിയിട്ട് കർണാടകയിൽ നിന്ന് PV അൻവർ ഉന്നയിച്ചൊരു ആരോപണം ഉണ്ടല്ലോ, VD സതീശന് 150 കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആരോപണം. ആ ചൊരുക്കൂട് തീർക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും PV അൻവർ ഒരു എടുക്കാ ചരക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം മത്സരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയും വരുന്നുണ്ട്. PV അൻവറിന് അൽഷിമേഴ്സ് ആയാലും PV അൻവർ മത്സരിച്ചാലും എന്തായാലും PV അൻവർ അവിടെ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിലമ്പൂരിലെ ജനങ്ങൾ നല്ല ബുദ്ധിയുള്ള ജനങ്ങളാണ്, വിവേകമുള്ള ജനങ്ങളാണ്, വിവരമുള്ള ജനങ്ങളാണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ജനങ്ങളാണ്. അതിനനുസരിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ പെരുമാറിക്കോളും, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തോളും. അർഹതപ്പെട്ട ഒരാൾ അയാൾ നിയമസഭയിലേക്ക് എത്തും എന്നത് അറിയാൻ വേണ്ടി ഇനി ആകെ 10-20-25 ദിവസം മാത്രമേ ഉള്ളൂ.
വരും. അതിൻ്റെ ഇടയിൽ പി വി അൻവറിൻ്റെ ഇതുപോലുള്ള കുറേ നാടകങ്ങൾ നമ്മൾ കാണേണ്ടി വരും. നമുക്കതൊക്കെ കാണാൻ വന്നിട്ട് ഇതൊക്കെ ചിരിക്കാം.